ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് പീസും ഒരു പൊട്ടിയ കണ്ണാടിയും വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് പീസ് മാസ്കിംഗ് ടേപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത്, ഇത് സൈഡ് പൊട്ടിപ്പോയ കണ്ണാടിയാണ്. കാർഡ്ബോർഡിൻ്റെ രണ്ട് വശവും മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തെടുത്ത്, ഇനി നമുക്ക് ക്ലേ വെച്ചിട്ട് കണ്ണാടിയുടെ സൈഡെല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ എടുത്തേക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അതിന് ബ്ലൂ കളർ കൊടുത്ത് കളേർഡ് ക്ലേ ആക്കി എടുത്തതാണ്. ഫെവിക്കോൾ വെച്ചാണ് ഞാനിവിടെ ഇത് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പൊട്ടിയ പേന വെച്ചിട്ട് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗം വെച്ച് ഒരു ടെക്സ്ചർ ഇട്ട് കൊടുക്കുക, ഒരു ക്ലേക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ടെക്സ്ചർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാർഡ്ബോർഡ് പീസസ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെട്ടിയെടുത്തേ. ഇനി അത് നമ്മൾ ഫെവിക്കോൾ വെച്ച് തന്നെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതൊരു വാളിൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഫെവിക്കോള് വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ബാക്കി പെയിൻറ്റിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹെയർ ഡ്രയർ ഇല്ലേ, അത് വെച്ച് ഹീറ്റ് ചെയ്തെടുക്കുകയത്. അപ്പം വേഗം തന്നെ ഉണങ്ങി കിട്ടി. എന്നിട്ട് അതിനൊരു യെല്ലോ അക്രിലിക്, ഞാൻ എല്ലാ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ആദ്യമേ ഒരു വുഡിൻ്റെ ഒരു മരത്തിൻ്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് നോക്കിയപ്പോൾ അതിനൊരു ഭംഗി തോന്നിയില്ല. അത് കാരണം ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് കുഞ്ഞ് വള്ളിച്ചെടികൾ കിടക്കുന്നത് പോലെ ക്ലേ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞു പൂക്കളും ഈ മുന്തിരി പോലെ തൂങ്ങിക്കിടക്കുന്നത്, അത് ബ്ലൂബെറീസാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്തത്, അത് കാരണം അതിന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതെല്ലാം ഞാൻ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് സൈഡ് ടെക്സ്ചർ വേറൊരു ബ്ലൂ ഷെയ്ഡൊക്കെ വെച്ച് ഒന്ന് കളറ് വേറൊരു കോമ്പിനേഷൻ ആക്കി എടുക്കുവാണ്. ഈ ഫ്ലവേഴ്സും വള്ളിച്ചെടിയും ബ്ലൂബെറീസൊക്കെ ഞാൻ വൈറ്റ് നമ്മുടെ എയർ ഡ്രൈ ക്ലേക്ക് കളർ കൊടുത്ത് നേരെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം കളർ കൊടുത്തതല്ല, ക്ലേക്ക് കളർ ആദ്യമേ കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഹുക്ക് വെച്ച് കൊടുക്കുക, അത് നമുക്ക് കീസൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.